ഭഗവാൻ എത്രമാത്രം അനുഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും ചൊരിഞ്ഞിട്ടുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോണ്ടല്ലോ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് സത്യത്തിൽ പോകേണ്ട വഴിയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ ജീവിതം നമുക്കൊരു വലിയ അനുഗ്രഹമായി തീർന്നു. ഭീഷ്മർ ചൊല്ലിയിട്ടുള്ള ഏതായിരിക്കും ആ വിഷ്ണു സഹസ്രനാമം? മനോഹരമായ സ്തുതിയാണ് ഭീഷ്മസ്തുതി. 9-ാം അധ്യായത്തിലെ ഭീഷ്മസ്തുതി നോക്കാം നമുക്ക്. 9-ൽ 32-ാം ശ്ലോകമാണ് തുടങ്ങുന്നത്. ഇതി മതിരുകൽപ്പിതാ വിതൃഷ്ണാം ഭഗവതി സത്വത പുങ്കവേ വിപുംനി സ്വസുഖമുപഗതേ കുജിൽ വിഗത്തം പ്രകൃതിമുപേയുഷി എൽ ഭവപ്രവാഹം ത്രിഭുവനഗമനം തമാലവർണം രവികരഗൗരവരംബരം ദദാനേ വപുരളകുലാവൃതനാബ്ജം വിജയസഖേരതിരസ്തുമെന്നവദ്യാം യുതിതുരകരജോ വിദോമ്രവിഷൽ കജലുളിതശ്രമപാരിലങ്കൃതാസേ മമ നിശിതശരേ വിവിദ്യമാന തുജിവിലദത്കവചേസ്തു കൃഷ്ണ ആത്മാ സപതി സഖിവജോ നിശമ്യ മധ്യേ നിജപരയോ ബലയോരഥം നിവേശ്യ സിധവതി പരസൈനികായ രക്ഷ്ണ കൃതവതി പാർത്ഥസഖേരജന്മമസ്തു വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനപദാൽ വിമുഖസ്യ ദോഷബുദ്ധ്യാം കുമതി മഹരാത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യ മേസ്തു സ്വനികമമഹായ മത്പ്രതിജ്ഞാം ഋതമതികർത്തുമവപ്രദോരതസ്താം ധൃതരഥചരണാഭ്യാചലൽക്കൂർ ഹരിരിവ ഹന്തുമിമം ഗതോത്തരീയ. അങ്ങനെ വളരെ രസകരമായിട്ട് അങ്ങനെ അദ്ദേഹം പറയണം ഓരോ കാര്യങ്ങൾ. അദ്ദേഹം പറയണു, ഭഗവാനെ അങ്ങയിലേക്ക് ഈ മനസ്സ് വരുമ്പോഴാണ്, അങ്ങയുടെ സ്മരണയിലാണ് ഭവപ്രവാഹത്തിൽ നിന്നും മനസ്സിനെ ഉയർത്താൻ സാധിക്കുന്നത്. പിന്നെ ഭഗവാന്റെ ഓരോ ലീലകൾ അതിങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്. ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ സ്നേഹം, ഭഗവാന്റെ ഇഷ്ടം, അർജുനനോട് പറഞ്ഞു കൊടുത്ത ഗീതോപദേശം, ഇതൊക്കെ ഭീഷ്മാചാര്യൻ്റെ മനസ്സിൽ ഓരോരോ ചിത്രങ്ങളായി ഭഗവാന്റെ ലീലകളായി ഒക്കെ വന്ന് ആ കൃഷ്ണനോട് എല്ലാറ്റിനും ഇങ്ങനെയൊക്കെ ലീലകളാടി അത്ഭുതങ്ങൾ കാണിച്ച കൃഷ്ണ, അങ്ങയോട് അത്രയും എന്താണ് എനിക്ക് രതിർമ്മമാസു, രതി എന്ന് പറഞ്ഞാൽ അത്രയും എൻ്റെ ആ മനസ്സിൻ്റെ ആ പ്രേമം കൃഷ്ണ എത്രയാണെന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. കൃഷ്ണനോടുള്ള ഇഷ്ടം. എന്നാൽ നോക്കൂ, നിങ്ങൾ ഒരു വ്യവഹാരത്തിൻ്റെ തലത്തിൽ നോക്കുമ്പം ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ സകല തരികളും ചെയ്ത ആളാണ് ആര്? കൃഷ്ണൻ. കൃഷ്ണനാണ് ഈ യുദ്ധത്തിന് പാണ്ഡവരെ വഴിവിട്ട് സഹായിച്ചുള്ളത്. ഇവിടെ ഭീഷ്മപിതാമഹൻ ഒരിക്കലങ്ങനെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ യുദ്ധത്തിൻ്റെ തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദുര്യോധനൻ പറയുന്നത്, നമ്മുടെ സർവസൈന്യാധിപൻ ദ്രോണാചാര്യരാവട്ടെ എന്ന്. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ, അയ്യോ അത് തെറ്റല്ലേ, ഭീഷ്മപിതാമഹനല്ലേ ഏറ്റവും തലമൂത്തത്. പക്ഷേ എനിക്ക് ഭീഷ്മരിൽ വിശ്വാസം പോരാന്ന്. ആർക്ക്? ദുര്യോധനല്ലേ. കാരണം ഇദ്ദേഹത്തിന് ചോറിപ്പുറത്തും കൂറപ്പുറത്തുമാണ്. അതുകൊണ്ട് എനിക്കത്ര ഉറപ്പില്ല എന്ന്. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു അങ്ങനെയല്ല, എല്ലാവരും ഭീഷ്മരെ നമ്മൾ മാറ്റി നിർത്തുന്നത് തെറ്റല്ലേ, ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ, കുരുവംശത്തിൻ്റെ ഏറ്റവും സമുന്നതനായ അദ്ദേഹത്തിനെ മാറ്റി നിർത്തി. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു ഭീഷ്മാചാര്യനോട്, അങ്ങ് കുരുവംശത്തിന് വേണ്ടി നിലനിൽക്കുന്നെങ്കിൽ കുരുവംശത്തിന് വേണ്ടി സത്യം ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധിപ്പിച്ചു. എന്താ സത്യം? പാണ്ഡവരെ ഞാൻ വധിക്കും എന്ന് പ്രതിജ്ഞയാണ്. ആ ഭീഷ്മപിതാമഹൻ നിവൃത്തികേടുകൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്തു, പാണ്ഡവരെ ഞാൻ. എന്നാൽ ഈ ന്യൂസ് അപ്പം തന്നെ ലീക്കായിപ്പോയി. ഇത് ദ്രൗപദി അറിഞ്ഞു. ഇപ്പം കൃഷ്ണനും കൂട്ടരും പാണ്ഡവരും അന്ന് വൈകുന്നേരം എവിടെയോ ഷോപ്പിങ്ങിന് പോയതായിരുന്നു, എവിടെയോ ഇറങ്ങാൻ പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ലേറ്റായി.
ഇത്തിരി ലേറ്റ് സന്ധ്യയൊക്കെ ആയപ്പോഴാണ് അവർ വരുന്നത്. അങ്ങനെ വരുമ്പോണ്ട് ദ്രൗപദി ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് സങ്കടത്തിലിരിക്കണം. അപ്പം ഭഗവാൻ പറഞ്ഞു, സന്ധ്യയ്ക്ക് ഇങ്ങനെ സ്ത്രീകൾ കരയുന്നത് ശരിയല്ലല്ലോ ദേവി. എന്താ അങ്ങനെ? കൃഷ്ണ എന്നാ വിളിക്കുക ദ്രൗപദിയെ. കൃഷ്ണൻ്റെ പേരും കൃഷ്ണൻ എന്നാണ്. ദ്രൗപദിയെയും വിളിക്കുക കൃഷ്ണ എന്ന് നീട്ടി വിളിക്കും. കൃഷ്ണ ഇങ്ങനെ കരയുന്നത് ശരിയല്ല. അപ്പോൾ പറഞ്ഞു, പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, വിധവയാവാൻ പോകുന്ന ഞാൻ പിന്നെ ചിരിക്കണോ കൃഷ്ണ എന്ന്. കൃഷ്ണനോട് എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളായിരുന്നു ആര്? ദ്രൗപദി. അതൊരു ഭയങ്കര കഥാപാത്രമാണ് ദ്രൗപദി എന്നുള്ളത്. 5-ാമത്തെ വട്ടം കൃഷ്ണൻ ദൂതിന് പോകുന്ന സമയത്ത് നിങ്ങൾ കഥകളിയിലും കണ്ടു കാണും, ആ പാഞ്ചാലി പറയുന്നൊരു കാര്യമുണ്ട്, അഴിച്ചിട്ട മുടി ഓർത്തുകൊണ്ട് ദൂത് ചെയ്തോളൂ കൃഷ്ണ എന്നാണ്. ആ മുടിയാണ് കാണിച്ചു കൊടുക്കുന്നത്. അതൊക്കെ പറയാനുള്ളൊരു ധൈര്യം ആർക്കേ ഉള്ളൂ? ആർക്കേ ഉള്ളൂ? ദ്രൗപദിക്കേ ഉള്ളൂ. അത്ര ഒരു കൃഷ്ണനിൽ സ്വാതന്ത്ര്യമുള്ള ആളായിരുന്നു ദ്രൗപദി. വിധവയാവാൻ പോകുന്ന ഞാൻ ചിരിക്കണോ കൃഷ്ണ? ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ, എന്താ പാഞ്ചാലി കൃഷ്ണൻ നീ പറയുന്നു? വിധവയാവേ? എന്ത് വിഡ്ഢിത്തരം പറയണേ, സന്ധിക്ക് എന്താ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അറിയാത്ത പോലെ ഒന്നും അഭിനയിക്കരുത് കൃഷ്ണ. ഭീഷ്മരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദുര്യോധനൻ പ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭീഷ്മരുടെ വാക്കുകൾ സത്യമായി തീരും. അങ്ങേക്ക് അറിയുന്നതല്ലേ. ഭഗവാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല കൃഷ്ണൻ, നീ ഭയപ്പെടാതിരിക്കുമെന്ന് പറഞ്ഞു. പറയാൻ എന്ത് നല്ല ഉപദേശങ്ങളാണ്. അപ്പം പറഞ്ഞു, കൃഷ്ണയ്ക്ക് ഉറപ്പില്ലേ? എനിക്കൊരു ഉറപ്പുമില്ല, എന്നാൽ എൻ്റെ കൂടെ വരൂ. അങ്ങനെയാണ് കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നേരെ ഭീഷ്മ പിതാമഹൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. സന്ധ്യാസമയത്ത് ധ്യാനത്തിലിരിക്കുന്ന ആ ഭീഷ്മരുടെ കാൽക്കൽ പറയാണ്, പാഞ്ചാലിയോട് നമസ്കരിക്കാൻ പറയാണ്. പാഞ്ചാലിയെ പാദത്തിൽ നമസ്കരിച്ചതും കണ്ണുനീര് ആ പാദത്തിലിട്ടിട്ട് വീണതും ഭീഷ്മ പിതാമഹന് മുഖം കാണുന്നില്ല, തല മാത്രമേ കാണുന്നുള്ളൂ. ആ തലയിൽ കൈവച്ചുകൊണ്ട് ഒരൊറ്റ അനുഗ്രഹമാണ്, ദീർഘസുമംഗലീ ഭവാന്ന്. പൊളിഞ്ഞില്ലേ വ്രതം? ആ പ്രതിജ്ഞ പൊളിഞ്ഞ് പാപ്പറായില്ലേ? ദീർഘസുമംഗലീ ഭവ എന്ന് പറഞ്ഞാൽ ദീർഘകാലം സുമംഗലിയായിരിക്കണം. ഇത് കേട്ടപ്പോൾ പാഞ്ചാലി ഒന്നുകൂടി ഒച്ചത്തിൽ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഭീഷ്മർ വിചാരിച്ചു, ദൈവമേ, ദീർഘകാലം സുമംഗലിയായിരിക്കട്ടെ എന്നുള്ളൊരു വരം കൊടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കരയണമെങ്കിൽ ഭർത്താവ് അത്ര കൊള്ളരുതാത്തവനായിരിക്കണം. വല്ല കള്ളുകൂടിയനോ കൊള്ളരുതാത്തവനാണെങ്കിൽ ഈശ്വര, ഈ മനുഷ്യൻ്റെ കൂടെ ഇനിയും പുറത്ത് ജീവിക്കണമല്ലോ എന്നായിരിക്കും. പിന്നെയല്ലേ മനസ്സിലായത് പാഞ്ചാലിയാണ് കരയുന്നതെന്ന്. പാഞ്ചാലി അപ്പു കരഞ്ഞത്, ഞാൻ കാരണം കുരുവംശത്തിൻ്റെ കരുത്തായ ഭീഷ്മ പ്രതിജ്ഞ ആദ്യമായി ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ മഹാരഥൻ്റെ പ്രതിജ്ഞ എൻ്റെ ഒരു ദൗർബല്യം കാരണം ഞാൻ പ്രതിജ്ഞ ലംഘിച്ചില്ല. ഭീഷ്മരെ ഓർത്ത് കരഞ്ഞു എന്നാണ്. തൻ്റെ ഭർത്താക്കന്മാർ പോകുന്നതിനേക്കാളും വലുതായിരുന്നു ഭീഷ്മരുടെ ആ പ്രതിജ്ഞ. ഭീഷ്മർക്ക് പാഞ്ചാലിയോട് സഹതാപം തോന്നി. ഇത്രയൊക്കെ പാഞ്ചാലിക്ക് ബുദ്ധി ഉണ്ടാവണമെങ്കിൽ ഈ സ്ക്രിപ്റ്റ് എഴുതിയത് വേറെ ആളായിരിക്കണം, ഇതിൻ്റെ ഡയറക്ടർ വേറെ ആളായിരിക്കണം. അപ്പം ഭീഷ്മർക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിലൊരു ഡയറക്ടറുണ്ട് എന്ന്. നോക്കി പുറകോട്ട് നോക്കുമ്പോണ്ട് ചെരുപ്പും പിടിച്ചിട്ട് കൃഷ്ണൻ നിൽക്കണം. നിങ്ങളൊക്കെ പുല്ലാങ്കുഴൽ പിടിച്ച കൃഷ്ണനെക്കുറിച്ചേ കേട്ടിട്ടുള്ളൂ. പക്ഷെ പാഞ്ചാലിയുടെ കാലിൽ കിടന്ന് ആ രംഗം ഒന്ന് ആലോചിച്ചൊന്ന്, ചെരുപ്പും പിടിച്ചിട്ട് കൊണ്ട് ഒരു കൃഷ്ണൻ നിൽക്കുന്ന രംഗം, അങ്ങനെ ഒരു രംഗമുണ്ട്. ഭീഷ്മർക്ക് കഷ്ടം, എൻ്റെ കൃഷ്ണ, പുല്ലാങ്കുഴൽ പിടിക്കേണ്ട ഒരു കൈ കൊണ്ട് ചെരുപ്പ് പിടിക്കേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചൊരു പ്രതിജ്ഞ ചെയ്തു. എങ്കിൽ എൻ്റെ പ്രതിജ്ഞ ലംഘിച്ചതിന് നിൻ്റെ പ്രതിജ്ഞ ഞാനും ലംഘിക്കും. യുദ്ധത്തിന് മുമ്പ് ബലരാമസ്വാമിയോട് ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു കൃഷ്ണൻ, ജ്യേഷ്ഠനാണ് സത്യം, ഞാൻ ആയുധമെടുക്കില്ല എന്ന്. ആ പ്രതിജ്ഞ യുദ്ധത്തിൻ്റെ 8-ാമത്തെ ദിവസം പൊളിച്ച് കൈ കൊടുത്തു. അങ്ങനെ 8-ാമത്തെ ദിവസം ഭീഷ്മപിതാമഹൻ അസ്ത്രത്താൽ അർജുനനെ നിറച്ചപ്പോൾ
ആ സമയത്ത് അർജുനനെ രക്ഷപ്പെടാൻ ഒരു പഴുതും കാണാതെ വന്നപ്പോൾ രഥത്തിൽ നിന്നും ചാടി വീണ് കിടക്കുന്ന രഥചക്രം എടുത്തുകൊണ്ട് ഭീഷ്മരുടെ നേരെ എറിയുമ്പോൾ വിഷ്ണു സഹസ്രനാമത്തിലൊരു മന്ത്രമാണ് രഥാംഗപാണി. രഥാംഗപാണിയെ കൊണ്ട് കൃഷ്ണൻ ഭീഷ്മരുടെ നേരെ വലിച്ചെറിയാണ്. ആ ഭീഷ്മർ ആ സമയം അസ്ത്രവും ഒക്കെ താഴെ വെച്ചുകൊണ്ട് ഇത്രയൊക്കെ മതി കൃഷ്ണ എന്നോട്, ആ ഒരു കാരുണ്യത്തിന് അനുഗ്രഹത്തിന് മുന്നിൽ നമിക്കുകയാണ്. ഇതൊക്കെ ഓർക്കുകയാണ് ഭീഷ്മർ. ഭഗവാൻ എത്രമാത്രം അനുഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും ചൊരിഞ്ഞിട്ടുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോണ്ടല്ലോ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് ഇതുപോലുള്ള സത്സംഗങ്ങളൊക്കെ കേൾക്കാനും ജീവിതത്തെക്കുറിച്ച് കുറേ കൂടി യഥാർത്ഥമായി അറിയാനും മുന്നോട്ട് പോവേണ്ടത് എങ്ങനെയെന്നുള്ളൊരു വ്യക്തത നമുക്ക് ഉറച്ചു കിട്ടലാണ്. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഏതുണ്ട് അല്ലേ? നമുക്ക് എന്താണ്? കാരണം എട്ടും പൊട്ടും തിരിയാത്തവരാണ് നമ്മൾ. അതല്ലേ പാടിയത്? വലിയൊരു കാട്ടിലകപ്പെട്ടേനകം വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ നേർവഴി അരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ. അപ്പം മനസ്സെന്ന് പറയുന്ന സാധനം എവിടേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു, എന്തിലേക്ക് ഒരു പിടിയില്ല നമുക്ക്. നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അവിടെയാണ് നമുക്ക് സത്സംഗത്തിലൂടെ ഒരു വഴി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു കിട്ടുമ്പോൾ പോവേണ്ട ഒരു വഴി നമുക്ക് മനസ്സിലായാൽ അതാണ് ഗുരുത്വം എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് ആ വഴി നമ്മൾ കാണുന്നത്. വഴിയെ ചിന്തിക്കുമ്പോൾ എളുപ്പമായുള്ള വഴിയെ എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടക്കേടേയാറു പടിയുണ്ട്, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം ശിവശംഭു. ആ വഴി തെളിഞ്ഞു കിട്ടുക, അതാണ് ഈ സപ്താഹം, അതാണ് ഈ സത്സംഗം എന്ന് പറയുന്നത്. അപ്പോൾ പോകേണ്ട വഴിയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ ജീവിതം നമുക്കൊരു വലിയ അനുഗ്രഹമായി തീർന്നു. ഭീഷ്മ പിതാമഹൻ മകരം 1 മകരനക്ഷത്രം ഉദിക്കുന്ന സമയത്ത്, അതാണ് ഭാരതത്തിൽ വളരെ പ്രസിദ്ധമായ മകരസംക്രാന്തി ദിവസം. കേരളീയരെ സംബന്ധിച്ച് മകരവിളക്ക് ദിവസം, മകരനക്ഷത്രം ആകാശത്തിൽ ഉയർന്നു വരുന്ന സമയത്ത് ആ ദിവസമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ 144ാമത് മഹാകുംഭമേള ആരംഭിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു സമയത്താണ് ഭീഷ്മ പിതാമഹൻ സ്വശരീരം ഉപേക്ഷിക്കുക, സ്വച്ഛന്ത മൃത്യു. ഈ ഭീഷ്മ പിതാമഹനെയാണ് ഭഗവാൻ തൻ്റെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഓർത്തുള്ളത്. ഭഗവാൻ ആരെ ഓർത്തിട്ടാണ് ശരീരം ഉപേക്ഷിച്ചത്? ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭൂ എന്നാണ്. ഭഗവാൻ കൃഷ്ണൻ പോലും തൻ്റെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഓർത്തത് ആരെയാണ്? ഭീഷ്മ പിതാമഹനെയാണ്. ഒരുപക്ഷെ ഭീഷ്മ പിതാമഹനെ ഓർത്തു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഓർത്തത് ഭീഷ്മ പിതാമഹനെ ഓർത്തു എന്നാവില്ല. ഭീഷ്മർ ചൊല്ലിയിട്ടുള്ള ഏതായിരിക്കും? ആ വിഷ്ണു സഹസ്രനാമം ഒരുപക്ഷെ ഭഗവാനും ഓർത്ത് കാണും. അങ്ങനെ ശരീരം ഉപേക്ഷിക്കുന്ന കൃഷ്ണൻ്റെ കഥ.